ഹലോ, കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കത് തിളപ്പിച്ചെടുക്കാൻ. ഇനി ആ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും മൈദയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മുട്ടയുടെയും മൈദയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈദയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്നത് കട്ടയായി പോവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാരയൊക്കെ കൂടുതൽ തന്നെ വേണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലൊക്കെ ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ പാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ്ക്രീം സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്